എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ആർക്കാണ് കഴിയുന്നത്? നിത്യജീവൻ്റെ പ്രത്യാശയുള്ളവർക്കാണ് ഈ ലോകത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ ദൈവസ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നത്. ഈ ലോകത്തിൻ്റെ മലിനതകളിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന് എല്ലാവിധ അശുദ്ധികളിൽ നിന്ന്, ജഡീകതകളിൽ നിന്ന്, ലൈംഗികമായ അരാജകത്വങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ സകലവിധ ദുഷിപ്പുകളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും കാത്തു സൂക്ഷിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? നിത്യജീവന്റെ പ്രത്യാശയുള്ളവർക്ക്. ഈ പ്രത്യാശയുള്ളവർക്ക് ഏത് പ്രത്യാശ? നിത്യതയുടെ പ്രത്യാശ. വിശുദ്ധ യോഹന്നാൻ സഭയെ പഠിപ്പിക്കുന്നു. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വചനം, 1 John chapter 3:3 വചനം പറയാണ്, ഈ പ്രത്യാശയുള്ളവർ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു. ഈ പ്രത്യാശയുള്ളവർ, നിത്യജീവന്റെ പ്രത്യാശയുള്ള ഓരോ ദൈവ പൈതലും ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ, നമ്മുടെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ നാം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നു. വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ഈ പ്രവാസകാലത്ത് കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയുടെ ആത്മാവിൽ ആർക്കാണ് ജീവിക്കാൻ കഴിയുന്നത്? നിത്യജീവൻ്റെ പ്രത്യാശയുള്ളവർക്കാണ്. ഈ ലോകം കണ്ട് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ പൊട്ട കഥകളായിട്ട് തോന്നും. ഇതുപോലെ ഒരു ബോറൻ ആശയം, ഇതുപോലെ ഒരു മടുപ്പിക്കുന്ന അല്ലെങ്കിൽ മണ്ടത്തരം നിറഞ്ഞ ഒരു ആശയം വേറെ ഇല്ല എന്ന് ഈ ലോകം കണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യനും വിളിച്ചു പറയും. എന്നാൽ കർത്താവിൻ്റെ സത്യവചനം പറയുക, നിത്യജീവന്റെ പ്രത്യാശയുള്ള ഓരോ ദൈവ പൈതലും നമ്മുടെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ തങ്ങളുടെ ഈ പ്രവാസ ജീവിതം വിശുദ്ധിയോടെ ജീവിക്കുന്നതിൽ അവർ ജാഗ്രതയുള്ളവരാകും.